ഇപ്പോൾ തിരുവനന്തപുരം സെക്രട്ടേറിയറ്റ് പടിക്കലേക്കാണ് പോകുന്നത്. അവിടെ കേരയിൽ പദ്ധതി ഉപേക്ഷിക്കാനുള്ള തീരുമാനത്തിൽ, മന്ത്രിസഭാ തീരുമാനത്തിൽ ആഹ്ലാദം പ്രകടിപ്പിച്ചുകൊണ്ട് കേരയിൽ വിരുദ്ധ സമരസമിതി അവിടെ ആഹ്ലാദ പ്രകടനം നടത്തുകയാണ്. കേരയിലെ മഞ്ഞക്കുറ്റിയുടെ പ്രതീകാത്മകമായതിൻ്റെ മഞ്ഞക്കുറ്റി കത്തിക്കുന്നതിൻ്റെ ദൃശ്യങ്ങൾ, മഞ്ഞക്കുറ്റി അല്ല മഞ്ഞക്കുറ്റി പോലെ ആ കളർ ചെയ്ത് കേരയിൽ നിന്ന് രേഖപ്പെടുത്തിയ വസ്തു അത് കത്തിക്കുന്നതിൻ്റെ ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ കാണുന്നത്. തിരുവനന്തപുരം സെക്രട്ടേറിയറ്റ് പടിക്കൽ നിന്നാണ് ഈ കാഴ്ച. കഴിഞ്ഞ സർക്കാരിൻ്റെ കാലത്ത് മാസങ്ങളോളം കേരയിൽ വിരുദ്ധ സമരസമിതി ശക്തമായ സമരരംഗത്തായിരുന്നു. ഇപ്പോൾ കേരയിൽ പദ്ധതി ഉപേക്ഷിക്കുന്നതിനുള്ള വിജ്ഞാപനം കഴിഞ്ഞ ദിവസം പുറത്തിറക്കുകയും ചെയ്തു. ഇതേ തുടർന്നാണ് കേരയിൽ തുടരുമെങ്കിലും പക്ഷേ സിൽവർ ലൈൻ പദ്ധതി, അതിവേഗ പാത, ആ പദ്ധതി ഉപേക്ഷിക്കുന്നതിനുള്ള തീരുമാനമാണ് മന്ത്രിസഭാ യോഗം കൈക്കൊണ്ടിരുന്നത്. ഇപ്പോൾ സെക്രട്ടേറിയറ്റ് പടിക്കൽ നിന്ന് റിനു ശ്രീധർ ചേരുന്നു. റിനു ശ്രീധർ, എന്തൊക്കെയാണ് വിവരങ്ങൾ? ദിലീപ് കുമാർ, സംസ്ഥാനത്ത് കഴിഞ്ഞ പിണറായി സർക്കാർ എടുത്ത വിപ്ലവകരമായിട്ടുള്ള ഒരു തീരുമാനം, കേരയിൽ അല്ലെങ്കിൽ സിൽവർ ലൈൻ, ആ പദ്ധതി UDF സർക്കാർ ഉപേക്ഷിക്കുന്ന ഒരു സാഹചര്യം. അതിനുശേഷം ഈ മഞ്ഞക്കുറ്റികളൊക്കെ തന്നെ പിഴുതുമാറ്റാൻ റവന്യൂ വകുപ്പ് ഉത്തരവിടുകയും ചെയ്തു. ഇതിലുള്ളൊരു സന്തോഷ പ്രകടനമാണ് കേരയിൽ സിൽവർ ലൈൻ വിരുദ്ധ സമരസമിതി സെക്രട്ടേറിയറ്റിന് മുന്നിൽ നടത്തുന്നത്. അല്പസമയം മുമ്പാണ് ഗീവർഗീസ് മാർ കൂർലോസ് ഈ പരിപാടി ഉദ്ഘാടനം ചെയ്തത്. അതിനുശേഷം മഞ്ഞക്കുറ്റികളൊക്കെ തന്നെ സെക്രട്ടേറിയറ്റിന് മുന്നിലിട്ട് പ്രതീകാത്മകമായിട്ടുള്ള കുറ്റികളെല്ലാം തന്നെ കത്തിച്ച് ഒരു പ്രതിഷേധത്തിലേക്ക് പോയിരിക്കുന്നത്. പ്രതിഷേധം എന്ന് പറയാൻ പറ്റില്ല, ഒരു വിജയാഹ്ലാദത്തിലേക്ക് പോയിരിക്കുന്നത്. സമരസമിതി അംഗങ്ങളെല്ലാം തന്നെ രാവിലെ മുതൽ ഇവിടെ എത്തുകയും വലിയൊരു ആൾക്കൂട്ടമായ ഒരു സന്തോഷം പങ്കെടുപ്പിക്കുകയും ചെയ്തു. ഇപ്പോൾ അവർ മധുരം പങ്കിട്ടുകൊണ്ട് ഈ പരിപാടിയുടെ ഒരു ആഹ്ലാദ പ്രകടനം നടത്തുന്ന ഒരു കാഴ്ചയാണ് നമ്മൾ കാണുന്നത്. എന്തായാലും സിൽവർ ലൈൻ UDF സർക്കാർ എത്തി അത് ഉപേക്ഷിച്ച സാഹചര്യത്തിൽ അത്യധികം സന്തോഷമുണ്ടെന്നാണ് ഇവർ ഈ സമരസമിതി മുന്നോട്ട് വെക്കുന്നത്. ഒട്ടേറെ പേരുടെ ജീവിത സ്വപ്നങ്ങളെ യാഥാർത്ഥ്യമാക്കുന്നതിന് വേണ്ടി, അല്ലെങ്കിൽ അത് തടസ്സപ്പെടുത്തുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു ഇടപെടൽ നടത്തിയതിൽ നിന്ന് ഒരു മാറ്റം UDF സർക്കാർ കൊണ്ടുവന്നു എന്നുള്ള കാര്യം ഉൾപ്പെടെ ഇവർ പങ്കുവയ്ക്കുന്നുണ്ട്. ദിലീപ് കുമാർ, ജനകീയ അഭിലാഷങ്ങൾക്ക് വിരുദ്ധമായി അതിവേഗ പാതയായ സിൽവർ ലൈൻ പദ്ധതി കൊണ്ടുവരാനുള്ള തീരുമാനത്തിനെതിരെ വലിയ തോതിലുള്ള ജനകീയ സമരമാണ് കേരളത്തിൽ കണ്ടത്. ആ സമരത്തിന് ഒടുവിൽ ഇപ്പോൾ പുതിയ UDF സർക്കാർ, VD സതീശൻ മന്ത്രിസഭ ആ സിൽവർ ലൈൻ പദ്ധതി ഉപേക്ഷിക്കുന്നതിനുള്ള തീരുമാനം കൈക്കൊണ്ടിരിക്കുന്നു. ഇത് ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.